ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ടോപ്പും അതുപോലെ ഈ ഒരു പലാസോ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതൊരു നൈര കട്ട് ഡിസൈനിൽ വരുന്ന ഒരു ടോപ്പാണ്. ഇവിടെ സൈഡിലൊക്കെ ലേസും അതുപോലെ സ്ലീവ്സിൽ ഈ ഒരു അംബ്രല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ്. അതുപോലെ ഈ പലാസോ പാൻറ്റിൻ്റെ താഴ്വശത്തായിട്ട് ലേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വേസ്റ്റ് ബാൻഡ് വരുന്നത് ബാക്ക് വശത്ത് മാത്രമാണ് ഇലാസ്റ്റിക് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് പാർട്ടിൽ ബെൽറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ട് ഇതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഇത് രണ്ടും കാണിക്കുന്നത് ഫസ്റ്റ് ടോപ്പിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്, അതിനുശേഷമാണ് പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 മീറ്ററാണ് ഈ ഫാബ്രിക്കിൻ്റെ ലെങ്ത് വരുന്നത്. ഇതൊരു ക്രേപ്പ് ഷിഫോണ് ബ്ലെൻഡ് ആയിട്ട് വരുന്നൊരു മെറ്റീരിയലാണ്. പിന്നെ ലൈനിങ് ആയിട്ട് കോട്ടൻ്റെ ക്ലോത്തുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ലൈനിങ് പാർട്ടിലാണ് ലൈനിങ്ങിൻ്റെ ഈ ഒരു ക്ലോത്തിലാണ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു നല്ല ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം യോക്ക് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് 7 ഇഞ്ചാണ് ഞാനിവിടെ ഷോൾഡർ ലെങ്ത് എടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് താഴേക്ക് ആം ഹോളും 7 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. നമുക്കിവിടുന്ന് ചെസ്റ്റിൻ്റെ അളവൊന്ന് മെഷർ ചെയ്യാം. നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണ് വരുന്നത് അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2.5 ഇഞ്ച് ലൂസും സീം അലവൻസും കൂടെ ചേർത്തിട്ട് 2.5 ഇഞ്ച് ഇവിടെ ആഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ 11 ഇഞ്ചാണ് ചെസ്റ്റ് അളവ് എടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കാം. ഇനി നമുക്ക് യോക്ക് പാർട്ടിൻ്റെ ലെങ്ത് മെഷർ ചെയ്യാം. 14 ഇഞ്ചാണ് ഞാനിവിടെ ലെങ്ത് എടുക്കുന്നത്. ഇത് യോക്ക് പാർട്ട് 13 ഇഞ്ചാണ് വേണ്ടത്. അതിന് 1 ഇഞ്ച് കൂടെ എക്സ്ട്രാ എടുക്കുന്നുണ്ട് സീം അലവൻസിന് വേണ്ടിയിട്ട്. 14 ഇഞ്ച് ഇത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നമുക്ക് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. അപ്പോൾ എത്രയാണ് ചെസ്റ്റിനെടുത്ത അതേ രീതിയിൽ തന്നെയാണ് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കേണ്ടത്. ഞാനിവിടെ 10 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം. നമുക്കിവിടെ നെക്കിൻ്റെ അളവുകൾ മാർക്ക് ചെയ്യാം. 2.5 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് 4 ഇഞ്ചാണ്. ഞാനിവിടെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നില്ല, ഈ ഒരു സ്ക്വയർ നെക്കായിട്ടാണ് എടുക്കുന്നത്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് ബാക്കിൽ സിബ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ബാക്ക് പാർട്ട് ഒരു 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് 1 ഇഞ്ച് ഇതുപോലെ എക്സ്ട്രാ ഒന്ന് ബാക്ക് വശത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ബാക്ക് നെക്ക് എടുത്തിട്ടുള്ളത് 2.5 ഇഞ്ച് ലെങ്ത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല. നമുക്കിവിടെ ഒരു ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. 1/2 ഇഞ്ചിൻ്റെ ഷോൾഡർ സ്ലോപ്പ് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നല്ല ക്ലോത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ 4 പീസ് ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇവിടെ ഒന്ന് ചെരിച്ചിട്ട് ഈ ഒരു ഭാഗത്ത് വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ 1 ഇഞ്ച് കയറ്റി ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു ഷേപ്പിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ക്ലോത്ത് 4 ആയിട്ടൊന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഞാൻ 27 ഇഞ്ച് ലെങ്ത്താണ് ഇവിടെ എടുക്കുന്നത്.
എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വിഡ്ത്ത് എടുക്കേണ്ടത് ഈ ഒരു യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തതിൻ്റെ വേസ്റ്റിൻ്റെ ലെങ്ത്തിൽ നിന്നും ഒരു 5 ഇഞ്ച് കൂട്ടിയിട്ടാണ് എടുക്കേണ്ടത്. അതിനകത്ത് നമ്മൾ സെൻറ്ററിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 5 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നത്. ഇനി ഈ സ്കേർട്ട് ഭാഗത്തിൻ്റെ ഈ സൈഡിൽ, അതായത് ഈ ഓപ്പൺ വരുന്ന വശത്ത്, ഇതാണ് ക്ലോസ്ഡ് ആയിട്ടുള്ള സെൻറ്റർ വരുന്നത്. ഈ ഒരു സൈഡ് വശത്ത് നമ്മളൊരു 4 ഇഞ്ച് ഇറക്കിയിട്ട് ഇവിടെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കുകയാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് ഇതുവരെ മാത്രമാണ് യോജിപ്പിക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫുള്ള് ഓപ്പൺ വരുന്ന ആ ഒരു പോർഷനാണ്. നമുക്കിവിടെ നിന്ന് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം 1 ഇഞ്ച് ഗ്യാപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. അതിനോട്ട് ഞാൻ ബാക്ക് പാർട്ടിന് യാം ഹോൾ ഒന്ന് അളന്നെടുക്കുകയാണ്. 9.5 ഇഞ്ചാണ് വരുന്നത്. സ്ലീവിന് വേണ്ടിയിട്ട് ക്ലോത്ത് ഒന്ന് 4ആയിട്ട് മടക്കി വെക്കാം. ഞാനിവിടെ ക്ലോത്ത് 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ലൈനിങ്ങും താഴെ ഇതിൻ്റെ നല്ല ക്ലോത്തും 4ആയിട്ട് മടക്കി വെച്ചതാണ്. ഇതാണ് ഇതിൻ്റെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം വരുന്നത്. ഞാൻ നേരത്തെ ആം ഹോള് അളന്നെടുത്തത് 9 ഇഞ്ചാണ്, 9.5 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് 8.5 ഇഞ്ച് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്നും 3 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ നിന്നും കോണായിട്ട് വരച്ചു കൊടുക്കുകയാണ്. ഈ 1 ഇഞ്ച് ഞാനിവിടെ ഒഴിവാക്കി കളയാണ്. കാരണം ഈ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് ഇവിടെ ഇതിൻ്റെ കരഭാഗമാണ് വരുന്നത്. ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ കോണായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ പകുതി ഒന്ന് അളന്നെടുക്കാം. 4.5 ഇഞ്ചാണ് വരുന്നത്. ഇവിടെ നിന്നും ഒരു കർവായിട്ട് ഇങ്ങോട്ടേക്ക് വരച്ചെടുക്കാം. ഞാനിവിടെ സ്ലീവ് ഒന്നും കുഴിച്ച് വരക്കുന്നില്ല. ഇതിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്തെടുക്കാം. 10.5 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. 10 ഇഞ്ചാണ് സ്ലീവ് വേണ്ടത്. 1/2 ഇഞ്ച് ഇവിടെ ഒരു ജോയിനിങ് കൊടുക്കുക. കാരണം ഞാനിതിൻ്റെ അറ്റത്തായിട്ട് ഒരു അംബ്രല്ല ഡിസൈനോട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് കൂടെ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. ഇതൊന്നും ഇങ്ങോട്ടേക്ക് സ്ലീവിൻ്റെ വിഡ്ത്ത് വരുന്നത് 6 ഇഞ്ചാണ് എടുക്കുന്നത്. 1 ഇഞ്ച് സീം അലവൻസ് കൂടെ എടുക്കുക. നമുക്കിതൊന്ന് ചേർത്ത് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് തുടങ്ങാം. അപ്പോൾ ആദ്യം ഈ നെക്കിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ടിൻ്റെ ബാക്ക് പാർട്ടിൻ്റെയും നെക്കിൻ്റെ പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് ബാക്ക് പാർട്ടാണ്. അത് ഞാനിവിടെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സിബ് വെക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സൈഡൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഈ 2 പീസും. അതുപോലെ ഫ്രണ്ട് പീസിൻ്റെ നെക്ക് പാർട്ട് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പാർട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ചെറിയ കട്ട് ഇട്ട് കൊടുത്തു. ഈ സ്റ്റിച്ചിൽ തട്ടാതെ വേണം ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് റൈറ്റ് സൈഡിലേക്ക് മറിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ കോർണേഴ്സൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ അരികുകളിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇതൊരു ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ആയത് നന്നായിട്ട് തെന്നിങ്ങനെ നീങ്ങുന്ന മെറ്റീരിയലാണ്. അപ്പോൾ അത് സ്ലീവൊക്കെ വെക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിലൂടെ ഒക്കെ ഒന്ന് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഈ ഒരു ലേസ് കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഈ നെക്കിൻ്റെ സൈഡിൽ നിന്ന് താഴെ വശത്തേക്ക് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യണം. 2 സൈഡിൽ ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഫ്രണ്ട് ഭാഗത്ത് ഈ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കിൽ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ സിബ് അറ്റാച്ച് ചെയ്യുന്നത് ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിച്ചിട്ടില്ല.
ഇതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്, അത് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. നമുക്കിതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ഈ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് നിർത്തിയിട്ട് ഈ ബാക്ക് വശത്തിൻ്റെ ലൈനിങ് ഇതുപോലെ ഒന്ന് മറിച്ച് ഈ ഫ്രണ്ട് പാർട്ടിനെ ഇങ്ങനെ കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലൂടെ 2 സ്റ്റിച്ച് കൊടുക്കാം. ഇതുപോലെ മറ്റേ സൈഡും ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഷോൾഡർ രണ്ടും കൂടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലീവാണ് യോജിപ്പിക്കാനുള്ളത്. അപ്പോൾ അതിനായിട്ട് സ്ലീവ് എടുത്തിട്ട് ഈ ഒരു ഷോൾഡറിൻ്റെ സെൻറ്ററിനെ നേരെ സ്ലീവിൻ്റെ സെൻറ്റർ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അത് 2 സ്ലീവും ഞാനിവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് ഭാഗം ഈ ഒരു യോക്ക് പാർട്ടുമായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ ഒരുമിച്ച് വരുന്ന രീതിയിൽ, നല്ല സൈഡും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഭാഗം ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ലാസ്റ്റ് ഒരു 3-4 ഇഞ്ച് നമ്മൾ പ്ലീറ്റ്സ് ഇടുന്നില്ല. ഈ ഒരു സെൻറ്റർ പാർട്ടിലേക്ക് മാത്രമാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഇതവിടെ ഈ 2 വശവും ഞാനിവിടെ പ്ലീറ്റ്സ് ഇട്ടിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഗ്യാദേഴ്സൊക്കെ ഇടുന്നതിൻ്റെ വീഡിയോ, അതായത് ഫോട്ടോ ഉപയോഗിച്ചിട്ട് ഗ്യാദേഴ്സ് ഇടുന്നതും അല്ലാതെ ഗ്യാദേഴ്സ് ഇടുന്നതിൻ്റെ ഒക്കെ ആയിട്ട് 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ വീഡിയോൻ്റെ ലിങ്ക് ഇവിടെ മേലെ ഐ ബട്ടണിൽ കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ സൈഡ് യോജിപ്പിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് ഈ ഒരു കട്ടിട്ടില്ലേ, കട്ടിൻ്റെ താഴേക്കായിട്ട് ഇതുപോലെ സൈഡ് മടക്കിയിട്ട് ഇതിൻ്റെ 3 വശവും ആദ്യം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുകയാണ്. ഇത് ബാക്കും ഫ്രണ്ട് പാർട്ടും ചെയ്തെടുക്കണം. ഈ കട്ട് മുതൽ ചെയ്തെടുത്താൽ മതി 3 വശത്തേക്കും. അതിനുശേഷമാണ് ഈ സൈഡിൽ ലേസ് വെച്ച് കൊടുക്കുന്നത്. ഈ മടക്കി തയ്ച്ചതിന് ശേഷം ഇതിന് സൈഡിലായിട്ട് ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ 2 സൈഡിൽ മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. ബാക്കിലോ ഈ ഫ്രണ്ടിൻ്റെ താഴ്വശത്തും ലേസ് വെക്കുന്നില്ല. ഫ്രണ്ടിൻ്റെ ഈ 2 സൈഡിൽ മാത്രമായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ സൈഡ് യോജിപ്പിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് രണ്ടും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സൈഡിലൂടെ നമുക്ക് ഈ ഒരു ഓപ്പൺ വരുന്ന വശം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സ്ലീവിൻ്റെ ബോർഡർ ഇപ്പോൾ ചെയ്യുന്നില്ല. ഇതിൻ്റെ അറ്റത്തൊരു അംബ്രല്ല സ്ലീവ് കൂടെ കൊടുക്കാനുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക്. അപ്പോൾ ഇത് യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. 2 സൈഡും ഞാനിവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സ്ലീവിൻ്റെ അംബ്രല്ല സ്ലീവ് കൂടെയാണ് റെഡിയാക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലോത്ത് എടുത്തിട്ട് ഇതിൻ്റെ ബാലൻസ് പീസാണ് എടുക്കുന്നത്. അതൊന്ന് കോണായിട്ട് മടക്കി വെക്കാം. അത് ബാക്കിയുള്ള പീസ് ഞാനിവിടെ 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് കോണായിട്ട് മടക്കി കൊടുക്കാം. ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കണം, കാരണം ഇതൊരു ഡിസോർഡർ ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് എടുത്തിട്ട് ഈ സ്ലീവിൻ്റെ ഈ ഒരു പോർഷന് നേരെ വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് കറക്റ്റായിട്ട് വരണം. ഈ രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് എത്രയാണോ ഇവിടുന്ന് ലെങ്ത് വേണ്ടത് ആ ഒരു ലെങ്ത്തിൽ ഇത് സർക്കിളായിട്ട് കട്ട് ചെയ്തെടുക്കാം. എനിക്കിവിടെ 7 ഇഞ്ചാണ് വേണ്ടത്. ഒരു 1/2 ഇഞ്ച് ഞാൻ മടക്കി തയ്ക്കാൻ കൂടി എക്സ്ട്രാ എടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് ഇതുപോലെ സർക്കിളാക്കിയിട്ട് വരച്ചെടുക്കാം. നമ്മൾ അംബ്രല്ല സ്കേർട്ടിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുത്താൽ മതി.
അപ്പോൾ ഞാനിവിടെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ക്ലോത്ത് ഇത് ക്രേപ്പിൻ്റെ ക്ലോത്ത് അല്ലേ, ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ച സമയത്ത് ഇതിനുള്ളിൽ ഇത് ഇങ്ങനെ പുറത്തേക്ക് വലിഞ്ഞ് നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലേ. നമ്മൾ കട്ട് ചെയ്ത് വന്നപ്പോൾ ഒരു ഡിസോർഡർ ആയിട്ട് വന്നു. അപ്പോൾ ബാലൻസ് ആയിട്ടുള്ള ഒരു പീസ് ഞാൻ ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തതാണ് ഇവിടെ. ഇനി നമുക്കിതൊന്ന് മടക്കി തയ്ക്കണം. ഈ ഒരു ഭാഗം സ്ലീവുമായിട്ട് യോജിപ്പിക്കാനുള്ളതാണ്. ഇതിൻ്റെ ബാക്കി വരുന്ന ഈ ഒരു പാർട്ട് നമുക്കൊന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ചുറ്റും തയ്ച്ചു കൊടുക്കാം. അല്ലെങ്കിൽ പൈക്കോ ഫൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഈ പൈക്കോ ഫൂട്ട് അല്ലെങ്കിൽ റോൾഡ് ഹെം ഫൂട്ട് പറയുന്ന ഈ ഒരു ഫൂട്ടർ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ എൻഡ് മടക്കി തയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സൈഡൊക്കെ ഒന്ന് പൈക്കോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്ലീവായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ഈ ഓപ്പൺ വരുന്ന ഭാഗം നമ്മൾ സ്ലീവിൻ്റെ ഈ ഒരു ക്ലോസ്ഡ് ആയിട്ട് മേൽവശമല്ലേ ആ ഒരു വശത്തേക്ക് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ ഈ ഒരു സെൻറ്ററിലേക്ക് ഒരു സൈഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു സെൻറ്ററിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇവിടെ സ്കേർട്ട് പാർട്ടിൽ ഞാൻ ലൈനിങ് കൊടുത്തിട്ടില്ല. യോക്ക് പാർട്ടിലും അതുപോലെ സ്ലീവിലും മാത്രമാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതൊരു ക്രേപ്പിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നന്നായിട്ട് തെന്നി പോകുന്ന ഒരു ക്ലോത്ത് ആയിരുന്നു. അപ്പോൾ കട്ടിങ്ങിൻ്റെ സമയത്തും സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്തൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ക്ലോത്താണ് ഈ ക്രേപ്പ്, അതുപോലെ സോഫ്റ്റ് സാറ്റിൻ ക്ലോത്ത് ഒക്കെ വരിക. അപ്പോൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ തുടക്കത്തിലൊക്കെ ഉള്ളവർ ഈ കോട്ടണിലൊക്കെ വെച്ച് ചെയ്തതിന് ശേഷം ഈ ടൈപ്പ് ക്ലോത്തുകളിലൊക്കെ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇനി നമുക്ക് പാൻറ്റിൻ്റെ കട്ടിങ്ങും അതിൻ്റെ സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഞാനിവിടെ ക്ലോത്ത് 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് മടക്കുന്നത് എന്നുള്ളതൊന്ന് ഒരു പേപ്പറിൽ കാണിച്ചു തരാം. ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ 2ആയിട്ടൊന്ന് ആദ്യം മടക്കുക. അതിനുശേഷം ഇതിൻ്റെ വീതിക്ക് 2ആയിട്ട് ഇതുപോലെ ഒന്ന് മടക്കുക. അപ്പോൾ ഈ ഒരു വശത്താണ് ഇതിൻ്റെ മടക്ക് വരുന്നത്, ഫോൾഡഡ് സൈഡ് വരുന്നത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ വേസ്റ്റ് മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ എടുത്തത് ഹിപ്പ് റൗണ്ടാണ്. ഹിപ്പ് റൗണ്ടിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തത് 36 ഇഞ്ചാണ് ഹിപ്പ് റൗണ്ട് എടുത്തിട്ടുള്ളത്. അതിന് 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് 2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ 11 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടുന്ന് താഴേക്ക് നമുക്ക് ക്രോച്ചറ്റ് മാർക്ക് ചെയ്യണം. അപ്പം അതിനും എടുത്തത് ഹിപ്പ് റൗണ്ട് തന്നെയാണ്. ഹിപ്പ് റൗണ്ടിനെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു മെഷർമെൻ്റാണ് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. പക്ഷേ ഹിപ്പ് റൗണ്ട് ക്രോച്ചറ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് മേലെ ബെൽറ്റ് വരുന്നുണ്ട് 2 ഇഞ്ചിൻ്റെ. അപ്പോൾ അത് ആ 2 ഇഞ്ച് കൂടെ ഈ ഒരു ക്രോച്ചറ്റിൻ്റെ അളവിന്ന് മൈനസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട്. ഞാനിവിടെ 12 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിന്ന് 2 ഇഞ്ച് കുറച്ച് 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇവിടുന്ന് ഒരു 3 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കർവ് ചെയ്തൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇതൊരു ഷിഫോണിൻ്റെ ക്ലോത്താണ്. ഈ ക്ലോത്തിലേക്ക് ചോക്ക് പിടിക്കുന്നില്ല, അതുകൊണ്ട് കാണുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. നമുക്കിതിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 34.5 ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത്. ഈ 34.5-ൽ നിന്ന് 2 ഇഞ്ച് ബെൽറ്റ് വരുന്നിടത്ത് വരും. അപ്പോൾ അത് കുറച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് മടക്കി തയ്ക്കാനുള്ള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ 34 ഇഞ്ചാണ് വരുന്നത്.
ഇനി നിങ്ങൾക്ക് ഇവിടെ പലാസോൻ്റെ ലൂസ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് താഴ്വശം എടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്നും താഴേക്കൊന്ന് വരച്ചു കൊടുക്കുക. ശേഷം ഈ ഒരു വശം 1 ഇഞ്ച് ഒന്നിങ്ങനെ സ്ലോപ്പ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പലാസോ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടിലേക്ക് കിടക്കാം. അപ്പം അതിനായിട്ട് ആദ്യം ഈ രണ്ട് പീസും ഞാൻ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു. അതിനുശേഷം ഈ ഒരു ക്രോച്ചറ്റ് ഏരിയ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ 2 സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ക്രോച്ചറ്റിൻ്റെ ഭാഗവും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഭാഗം അടിക്കണം. അപ്പോൾ അതിനായിട്ട് ഈ 2 ഭാഗവും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുക. എന്നിട്ടിതാ ഈ താഴ്വശങ്ങൾ രണ്ടും ചേർത്ത് ഇതിൻ്റെ സൈഡിലൂടെ മറ്റേ ലെഗിൻ്റെ താഴ്വശം വരെ അടിച്ചെടുക്കാം. ഈ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ വേസ്റ്റിൽ ഇലാസ്റ്റിക് വെക്കണം. ഇവിടെ ബാക്ക് വശത്ത് മാത്രമാണ് ഞാൻ ഇലാസ്റ്റിക് വെക്കുന്നത്. ഫ്രണ്ട് പാർട്ടിൽ ബെൽറ്റാണ് വെക്കുന്നത്. ആ ബെൽറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് 2 പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. എന്താ ഇതുപോലെ 2 സൈഡിലേക്കും ഇടണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഈ ഒരു ഫ്രണ്ടിലെ ഈ ഒരു ക്രോച്ച് ഏരിയയിൽ നിന്ന് ഈ ഒരു സ്റ്റിച്ച് വരുന്നില്ല, ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്കൊരു 4 ഇഞ്ച് മാറ്റി അടയാളപ്പെടുത്താം. ഇനി ഒരു 6 ഇഞ്ചിലും തിരിച്ച് ഈ ഒരു സൈഡിലേക്കും ഇവിടുന്ന് താഴേക്ക് 7.5 ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പ്ലീറ്റ് ഇട്ടിട്ട് ഇതുപോലെ 2 സൈഡിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിടുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ ബെൽറ്റും ബാക്കിൽ ഇലാസ്റ്റിക്കുമാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലെങ്ത്ത് ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രണ്ടിൽ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഇതൊരു ഭംഗിയും കൂടെയാണ് ഇങ്ങനെ പ്ലേറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഇനി നമുക്കിതിൻ്റെ വേസ്റ്റ് ബാൻഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 ഇഞ്ച് വീതിയുള്ള ഒരു പീസ്, നീളമുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു പാൻറ്റിൻ്റെ ലെങ്ത്തിനനുസരിച്ചൊന്ന്, ഈ ഒരു വേസ്റ്റിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം. ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇത് രണ്ടും ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആദ്യം ഈ ഒരു ഭാഗം യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്ത്, പക്ഷെ അതിനുശേഷം ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം 2 ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഈ ഒരു സെൻറ്റർ പാർട്ടിൽ, ഫ്രണ്ടിൻ്റെ സെൻറ്റർ പാർട്ടിലേക്ക് ഇത് ചേർന്ന് വരുന്ന രീതിയിലാണ്, നേരെ വരുന്ന രീതിയിലാണ് വെച്ചത്. നമുക്കിവിടെ ഫ്രണ്ട് ഭാഗത്ത് ബെൽറ്റ് വരുന്നില്ലേ, ആ ബെൽറ്റിന് വേണ്ടിയിട്ടുള്ള ക്യാൻവാസ് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 13 ഇഞ്ച് നീളമുള്ള ഒരു ക്യാൻവാസ്, 2 ഇഞ്ച് വീതിയുള്ള ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ പകുതി എടുക്കുക. പകുതിയിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഒരു 1/2 ഇഞ്ച് മേൽഭാഗത്തു നിന്ന് മാറ്റിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഈ ഒരു സെൻറ്റർ ഭാഗം നേരെ വരണം. എന്നിട്ട് ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാൻവാസ് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ സെൻറ്ററൊക്കെ നേരെയാക്കി
ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് രണ്ട് ഭാഗം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഈ ക്രോച്ച് വരുന്ന ഈ ഒരു സെൻറ്റർ ഭാഗമല്ലേ, ആ സെൻറ്റർ ഭാഗം, അതായത് പാൻറ്റിൻ്റെ ചീത്ത വശമാണ്, ഈ ചീത്ത വശത്തേക്ക് ബെൽറ്റിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ രണ്ടിൻ്റെ സെൻറ്റർ നേരെ വരത്തക്ക രീതിയിലൊന്ന് ചുറ്റുമായിട്ട് ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് ഈ ഒരു ഭാഗം ഞാനിവിടെ യോജിപ്പിച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് മടക്കി ബെൽറ്റ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ക്യാൻവാസ് ഒട്ടിച്ച ഭാഗം ഇതുപോലെ മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുന്നില്ല. ഇവിടുന്ന് ഈ ക്യാൻവാസിൻ്റെ ബാക്കി വരുന്ന ഭാഗത്തേക്കാണ് 1/2 ഇഞ്ച് ഇതുപോലെ മടക്കിയിട്ട് യോജിപ്പിച്ചെടുക്കുന്നത്. എന്നിട്ട് ക്യാൻവാസിൻ്റെ ഭാഗത്തൂടെയാണ് നമ്മൾ ഇലാസ്റ്റിക് കയറ്റി കൊടുക്കുന്നത്. അത് ഈ ബെൽറ്റിൻ്റെ ഭാഗം ഞാനിവിടെ ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാൻവാസ് വെച്ച് ഫ്രണ്ട് ഭാഗം മടക്കി തയ്ച്ചിട്ടില്ല, അത് ഇലാസ്റ്റിക് കയറ്റിയതിന് ശേഷമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് കയറ്റുന്നതിന് മുമ്പായിട്ട് ഇലാസ്റ്റിക് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഈ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗമല്ലേ, ഒരു 1/2 ഇഞ്ച് പോലും എക്സ്ട്രാ ഇവിടെ വരുന്നുണ്ട്, അതായിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക് ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഭാഗത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നാലും ഈ ഇലാസ്റ്റിക് ഇട്ട് വരുന്ന സമയത്ത് ഇതൊരു പ്ലീറ്റ് പോലെ നിന്നിട്ട് നല്ല ഭംഗിയിൽ ഒരു ഡിസൈനായിട്ട് നിൽക്കും. ഞാൻ ഇലാസ്റ്റിക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിലൂടെ ഒന്ന് ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. അതങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഗ്യാപ്പിലൂടെ ഇലാസ്റ്റിക് ഒന്ന് കയറ്റിയെടുക്കണം. അപ്പോൾ ഇലാസ്റ്റിക് ഈ ഒരു വശത്തൂടെ ഇങ്ങനെ കയറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതായി ക്യാൻവാസ് വരുന്ന ഈ ഒരു ഭാഗത്തേക്ക് എത്തി. ഇനി നമുക്ക് ഇവിടെ നിന്ന് ക്യാൻവാസ് കൂടെ ചേർത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു എൻഡ്, അതുപോലെ ഈ ഒരു എൻഡും ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ഇത് ഇവിടെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത് ഈ ഒരു ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഇലാസ്റ്റിക്കിന് മേലെ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. അപ്പം അതിനായിട്ട് ഈ ഒരു ഭാഗത്ത് സൂചി ഒന്ന് കുത്തി നിർത്തിയതിനു ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് ഇലാസ്റ്റിക് വലിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഇലാസ്റ്റിക്കിൻ്റെ മേലെ കൂടെ ഉള്ള ഈ ഒരു സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനി അതിന് ശേഷം ഞാൻ ഈ താഴ്വശം കൂടെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കൂടെ ഒരു ലേസ് കൂടെ ഞാനിവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബീഡ്സ് വർക്കൊക്കെ വരുന്ന സീക്വൻസ് വർക്കൊക്കെ ഉള്ളൊരു ലേസാണ്. അപ്പോൾ അത് ഞാൻ ഈ ഒരു പാൻറ്റിൻ്റെ ഒരു താഴ്വശത്തായിട്ട് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ ബെൽറ്റും ബാക്കിൽ ഇലാസ്റ്റിക്കും വെച്ചിട്ടുള്ള ഈ ഒരു പലാസോൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. താഴ്വശത്തായിട്ട് ഈ ഒരു ലേസും അറ്റാച്ച് ചെയ്തു. ലേസ് കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി, കാണാൻ നല്ല ഭംഗിയുള്ളൊരു പലാസോ ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേ. ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണേ.